കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 257. ഓ സൗഭാഗ്യദായകമായ ജ്യോതിസേ, പരിശുദ്ധ ത്രിത്വമേ, ആദിമ ഏകത്വമേ, ദൈവം നിത്യസൗഭാഗ്യമാണ്, മരണമില്ലാത്ത ജീവനാണ്, അണയാത്ത ദീപമാണ്. ദൈവം സ്നേഹമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ദൈവം തൻ്റെ ഭാഗ്യപൂർണമായ ജീവൻ്റെ മഹത്വം പകർന്നു തരുവാൻ സ്വമനസ തിരുവുള്ളമായി ലോക സൃഷ്ടിക്ക് മുൻപേ തന്നെ തൻ്റെ പ്രിയസുതനിൽ പിതാവ് വിഭാവനം ചെയ്ത കൃപാകര പദ്ധതി ഇപ്രകാരമാണ്. നമ്മെ യേശു ക്രിസ്തുവിലൂടെ ദത്തുപുത്രരാക്കുവാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. അതായത് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിലൂടെ തൻ്റെ പുത്രൻ്റെ പ്രതിച്ഛായയ്ക്കു നമ്മെ അനുരൂപരാക്കുവാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. യുഗാന്തരങ്ങൾക്ക് മുൻപേ തന്നെ നമുക്ക് നൽകപ്പെട്ടതും നേരിട്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നിർഗളിക്കുന്നതുമായ ഒരു കൃപാവരമാണ് ഈ പദ്ധതി. സൃഷ്ടികർമ്മത്തിലും ആദി പാപത്തിനു ശേഷം രക്ഷാകര ചരിത്രം മുഴുവനിലും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അയക്കലുകളോടെ ഈ പദ്ധതി വെളിപ്പെടുന്നു. സഭയുടെ അയക്കൽ ഈ അയക്കലുകളിലൂടെ തുടർച്ചയാണ്. ദൈവിക രക്ഷാ പദ്ധതിക്ക് മുഴുവനും 3 ദൈവിക വ്യക്തികളുടെയും പൊതുപ്രവർത്തനമാണ്. പരിശുദ്ധ തൃത്വത്തിന് ഒരേയൊരു പ്രകൃതി മാത്രമാണുള്ളതുപോലെ ഒരേയൊരു പ്രവർത്തനവും മാത്രമേയുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയുടെ 3 ഭാവങ്ങളിലല്ല, പ്രത്യുത ഏക പ്രഭാവമാകുന്നു. എന്നിരുന്നാലും ഓരോ ദൈവിക വ്യക്തിയും സ്വന്തം വ്യക്തിത്വ സവിശേഷതയനുസരിച്ച് പൊതുപ്രവർത്തനം നിർവഹിക്കുന്നു. പുതിയ നിയമത്തെ ആസ്പദമാക്കി സഭ ഏറ്റുപറയുന്നു: സർവ്വതും ആരിൽ നിന്നാകുന്നുവോ ആ ഏക ദൈവവും പിതാവുമായവൻ, സർവ്വതും ആരിലൂടെ ആകുന്നുവോ ആ ഏക കർത്താവുമായ യേശു ക്രിസ്തു, സർവ്വതും ആരിൽ ആകുന്നുവോ ആ ഏക പരിശുദ്ധാത്മാവും. പുത്രൻ്റെ മനുഷ്യാവതാരവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും എന്നെ ദൈവിക അയക്കലുകളാണ് ദൈവിക വ്യക്തികളുടെ സവിശേഷതകളെ ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത്. ദൈവിക രക്ഷാകര പദ്ധതി മുഴുവൻ പൊതുവും വ്യക്തിപരവുമായ ഒരു പ്രവർത്തനമാകയാൽ ദൈവിക വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ളത് എന്തെന്നും അവരുടെ ഏക പ്രകൃതി എന്തെന്നും അത് വെളിപ്പെടുത്തുന്നു. തൃത്വത്തിലെ 3 വ്യക്തികളെ ഒരു തരത്തിലും പ്രത്യേകം വേർതിരിക്കാതെ ആ വ്യക്തികളിൽ ഓരോരുത്തരുമായി കൈവരിക്കുന്ന ഐക്യമാണ് ക്രൈസ്തവ ജീവിതം മുഴുവനും. പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഏതൊരാളും പുത്രൻ വഴി പരിശുദ്ധാത്മാവിലാണ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരാളും അങ്ങനെ ചെയ്യുന്നത് പിതാവ് അയാളെ ആകർഷിക്കുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവ് അയാളെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടും ആണ്. ദൈവിക രക്ഷാകര പദ്ധതി മുഴുവൻ്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ പരിപൂർണ ഐക്യത്താൽ പ്രവേശിക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ തന്നെ പരിശുദ്ധ തൃത്വത്തിൻ്റെ വാസസ്ഥലമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു: ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എൻ്റെ ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ തൃത്വമേ, എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാനപൂർണവുമായി ഞാൻ അങ്ങിൽ സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മാറ്റമില്ലാത്തവനായ എൻ്റെ ദൈവമേ, യാതൊന്നും എൻ്റെ സമാധാനത്തെ ഭഞ്ജിക്കാതിരിക്കട്ടെ, യാതൊന്നും എന്നെ അങ്ങിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും നിൻ്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. എൻ്റെ ആത്മാവിന് ശാന്തി നൽകണമേ. നിൻ്റെ വിശ്രമ സ്ഥലത്തും പ്രിയപ്പെട്ട വാസസ്ഥലത്തുമായി നിന്നെ സ്വർഗമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ. ഞാൻ ഒരിക്കലും നിന്നെ അവിടെ ഏകാഗിയായി ഉപേക്ഷിക്കാതിരിക്കട്ടെ. പ്രത്യുത എൻ്റെ വിശ്വാസത്തിൽ നിരന്തരം ജാഗ്രത പുലർത്തിക്കൊണ്ട് നിന്നെ സദാ ആരാധിച്ചുകൊണ്ടും നിൻ്റെ സൃഷ്ടി
കർമ്മത്തിനായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടും ഞാൻ മുഴുവനായും പൂർണ്ണമായും അവിടെയായിരിക്കട്ടെ. സംഗ്രഹം: പരിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രമേ ഈ രഹസ്യം നമ്മെ അറിയിക്കാൻ കഴിയൂ. ദൈവം നിത്യപിതാവാണെന്നും പുത്രൻ പിതാവിനോടൊപ്പം ഏകസത്തയാണെന്നും, അതായത് പിതാവിലും പിതാവിനോടു കൂടിയും ഒരേയൊരു ദൈവമാണെന്നും ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം വെളിപ്പെടുത്തുന്നു. പുത്രൻ്റെ നാമത്തിൽ പിതാവ് അയച്ചവനും പിതാവിൽ നിന്നും പുത്രൻ അയച്ചവനുമായ പരിശുദ്ധാത്മാവിൻ്റെ അയക്കൽ വെളിപ്പെടുത്തുന്നത് അവരോടൊപ്പം പരിശുദ്ധാത്മാവ് ഒരേയൊരു ദൈവമാകുന്നു എന്നാണ്. പിതാവിനോടും പുത്രനോടുമൊപ്പം പരിശുദ്ധാത്മാവ് ആരാധിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രഥമ പ്രഭാവമായ പിതാവിൽ നിന്ന് കാലഭേദമില്ലാതെ അവിടുന്ന് നൽകിയ പുത്രനിൽ നിന്നും അങ്ങനെ ഇരുവരിലും നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം സ്വീകരിക്കുന്ന മാമോദീസയുടെ കൃപാവരത്തിലൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ജീവിതത്തിൽ പങ്കുചേരുവാൻ ഇവിടെ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ അവ്യക്തതയിലും മരണാനന്തരം സനാതന പ്രകാശത്തിലും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസമാണിത്. ഏകദൈവ തൃത്വത്തിലും തൃത്വത്തെ ഏകത്വത്തിലും വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്താതെ ഏകൈസത്തയെ വിഭജിക്കാതെ നാം ആരാധിക്കുന്നു. കാരണം പിതാവിൻ്റെ വ്യക്തിത്വം ഒന്ന്, പുത്രൻ്റെ വ്യക്തിത്വം മറ്റൊന്ന്, പരിശുദ്ധാത്മാവിൻ്റേത് വേറൊന്ന്. എങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്വം ഏകമാണ്. അവരുടെ മഹത്വം സമമാണ്. അവരുടെ പ്രഭാവം തുല്യമായി നിത്യമാണ്. ദൈവിക വ്യക്തികൾ അവർ എന്തായിരിക്കുന്നുവോ അതിൽ വേർപെടുത്തപ്പെടാനാവാത്തവരാണ്. അവർ എന്തു പ്രവർത്തിക്കുന്നുവോ അതിലും വേർപെടുത്താനാവാത്തവരാണ്. എങ്കിലും ഏകൈക ദൈവിക പ്രവർത്തനത്തിൽ തൃത്വത്തിലെ ഓരോ വ്യക്തിയും തൻ്റെ പ്രത്യേക സവിശേഷത വെളിപ്പെടുത്തുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നീ ദൈവിക അയക്കലുകളിൽ ഇത് വസ്തുത വളരെ പ്രകടമാകുന്നു.